ഇടുക്കി ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ശരിവെച്ച അന്വേഷണ സംഘം. കയ്യേറ്റം നടന്നത് റവന്യൂ ഭൂമിയിലെന്നും ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചെന്നും കണ്ടെത്തൽ. ഭൂമി കയ്യേറിയവർക്കെതിരെ നടപടി വേണമെന്നും ശുപാർശ. റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. തിഹാർ ജയിലിന് പുറത്ത് വൻ സ്വീകരണമൊരുക്കിയ ആം ആദ്മി പ്രവർത്തകർ. കെജ്രിവാൾ പുറത്തിറങ്ങിയത് 5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കുന്നതിനും ഫയലുകളിൽ ഒപ്പിടുന്നതിനും കെജ്രിവാളിന് കോടതിയുടെ വിലക്ക്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി. JNUവിൽ അന്തിമോപചാരം അർപ്പിച്ച് സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും. AKG ഭവനിൽ പൊതുദർശനം നാളെ. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടുനൽകും. കോഴിക്കോട് ഗർഭസ്ഥ ശിശുവിന് പിന്നാലെ അമ്മയും മരിച്ചത് എഗരൂർ സ്വദേശി അശ്വതി. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ. മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ കലവൂർ സുഭദ്രാവധ കേസിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് ശർമ്മളയും മാത്യൂസും ബന്ധു റൈനോൾഡും. ക്രൂരമായി മർദ്ദിച്ച് കഴുത്തു ഞെരിച്ച് കൊന്നെന്ന് മൊഴി. മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് റൈനോൾഡ് എന്നും പോലീസ്. കെ-ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ക്രമക്കേട് കണ്ടെത്താനായില്ലെന്ന് നിരീക്ഷണം. സർക്കാരിന് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും കോടതി. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF MLA മാർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി.